ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ പെരട്ട്. അതിന് മട്ടൻ പെരട്ടാണിത്. മട്ടൻ പെരട്ട് ഇത് കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും തൊട്ട് വേവിച്ച് വെച്ചേക്കുക. രണ്ടാമത് നമ്മൾ ഇപ്പോൾ ഇടാൻ എണ്ണ ഒഴിക്കാൻ പോകുന്നു. എണ്ണ ഒഴിച്ച് ശകലം കടുക് ഇടാം. കുറച്ച് കടുക്, ശേഷം മുളക്, ഉള്ളി, ചെറിയ ഉള്ളി സവാളയും കൂടെ അരിഞ്ഞ് വെച്ച് അത് ഇടാം. ഇത് ഒന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇതിൽ കൊണ്ടാണ്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടാം. കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടിയിട്ട് ഒന്നും കൂടെ വഴറ്റാം. വഴറ്റിയതിന് ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി 2 സ്പൂൺ നമുക്ക് ആവശ്യത്തിന് ഇടാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും എടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി. എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പൊടിച്ചത് 2 സ്പൂൺ. ശകലം ഉപ്പ് കുറച്ചിട്ട് വേവിച്ചതാണ്. 1 സ്പൂൺ ഗരം മസാല പൗഡർ ഇവിടെ പൊടിച്ചതാണ്. നമ്മൾ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കിയ ശേഷം പച്ചമണം മാറട്ടെ. നല്ലപോലെ ഇളക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൊണ്ടു കൊടുക്കാം. ഇനി ടൊമാറ്റോ 2 ടൊമാറ്റോ. ടൊമാറ്റോ നല്ലതുപോലെ വേവുന്നിടം വരെ ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് ചെയ്യുമ്പോഴേ നല്ലോണം വേവും. ഇപ്പോൾ തന്നെ അടുക്കളയിൽ നല്ല മണമുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് പുരട്ടി എടുത്തപ്പോഴത്തേക്ക് സവാളയൊക്കെ നല്ല വൃത്തിയായിട്ട് വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ ഇട്ട് നല്ലതുപോലെ ഇളക്കി വെക്കണം. വെച്ചൊരു 10 മിനിറ്റ് അടച്ചു വെച്ചേക്കണം. എല്ലാം വെന്തതാണ്. കുക്കറിൽ വേവിച്ചതായതിനെ കൊണ്ട് കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് വെന്താൽ മതി. നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇച്ചിരി കേക്ക് ഇത് തുറന്ന് നോക്കാം. എല്ലാം റെഡിയായിരിക്കുക. ഇത് നല്ലതുപോലെ ആയിട്ട് നല്ല പരുവത്തിലായിരിക്കുകയാണ്. ഇനിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ കൂടെ കഴിക്കാൻ അരിപ്പത്തിരി നമ്മൾ ചുട്ടെടുത്താൽ മാത്രം മതി. ഇതും കൂടെ മതിയായി.